എല്ലാവർക്കും നമസ്കാരം. ഇന്റൽ ലെസന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് LP, UP, കേറ്ററ്റ് എല്ലാ കാറ്റഗറിക്കുമുള്ള എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ് ആണ് ഇനി കൊണ്ടുപോകുന്നത്. അപ്പോൾ HSA ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവര് ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്ലോയിൽ തന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ചു തന്ന ഫ്ലോയിൽ തന്നെ LP, UP ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരുപാട് നീട്ടുന്നില്ല. നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിരോധ തന്ത്രങ്ങൾ. ഏതാണ് പ്രതിരോധ തന്ത്രങ്ങൾ? അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അപ്പോ ഞാനിത് എടുക്കുമ്പോൾ നോട്ട്സ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി BEd കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ടേംസേ മനസ്സിലാവൂ, അത് പഠിക്കാനാണ് എളുപ്പമെന്ന് പറയാറുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ. പക്ഷെ നമുക്ക് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മലയാളം വാക്കുകൾ പഠിച്ചേ മതിയാവൂ. എന്തായാലും ഞാൻ രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കി പഠിക്കുക, മലയാളം വാക്ക് പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഡിഫൻസ് മെക്കാനിസം അല്ലെ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ, അപകടം മീൻസ് നമ്മുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം, ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് മനസ്സ് തന്നെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ വേണ്ടി, ആ സംഘർഷത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവമല്ലാതെ ചില സമയത്ത് ബോധപൂർവവും എന്ത് ചെയ്യാറുണ്ട്, ചില പ്രക്രിയകളൊക്കെ നടത്താറുണ്ട്. അതായത് അബോധ തലത്തിലേക്ക് അവയെ തള്ളിവിടുന്നു. അപ്പൊ നമ്മളത് മറന്നുപോകും. ഈ ഒരു മനസ്സിങ്ങനെ പ്രയോഗിക്കുന്ന ഈ തന്ത്രത്തെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം അല്ലെ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് നോക്കാം. ഞാൻ ഇതിന്റെ മീനിങ് ആണ് കൊടുത്തേക്കുന്നത്. മെന്റൽ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് എ പേഴ്സൺ റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് പ്രൊട്ടക്ട് ദ ഈഗോ ഫ്രം സ്ട്രെസ് ഓർ ഇമോഷണൽ കോൺഫ്ലിക്റ്റ്. എന്താണ്? ആശങ്ക കുറയ്ക്കാനും മനസ്സിനെ സംരക്ഷിക്കാനും ഒരാൾ അവബോധമില്ലാതെ ഉപയോഗിക്കുന്ന മാനസിക പ്രക്രിയകളാണ്. അപ്പോൾ മെന്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി, അതേപോലെ ആൻസൈറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ എന്താണ് മനസ്സ് നടത്തുന്ന ഒരു പ്രോസസ്സാണിത്, മാനസിക പ്രക്രിയയാണ്. അല്ലെ? ആശങ്ക കുറയ്ക്കാനും മനസ്സിനെ സംരക്ഷിക്കാനും ഒരാൾ അവബോധമില്ലാതെ എന്ന് പറയുമ്പോൾ അയാൾ മനഃപൂർവ്വമല്ല, മനസ്സ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. അയാൾ ചിലപ്പോൾ അറിയണമെന്നില്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സ്വാഭാവികമായി മനസ്സ് അതിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അടിത്തട്ടിലേക്ക്, മനസ്സിന്റെ അടിത്തട്ടെന്ന് പറയുന്ന അൺകോൺഷ്യസ് ലെവലാണ് അല്ലെ, അതിലേക്ക് അങ്ങ് തള്ളിവിടുന്നു. അപ്പോ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നമ്മൾ എന്താ ചെയ്യുക, അങ്ങ് മറക്കാൻ മനഃപൂർവ്വം ശ്രമിക്കാറുണ്ട് ഇല്ലേ? ചില സമയങ്ങളിൽ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ അറിയാതെ തന്നെ അത് മറന്നും പോകാറുണ്ട്. അപ്പൊ ഇത്തരം മനസ്സ് പ്രയോഗിക്കുന്ന ഇത്തരം തന്ത്രങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്, പ്രതിരോധ തന്ത്രങ്ങൾ. ഇപ്പൊ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം ഒക്കെ അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അന്ന ഫ്രോയിഡ്, എന്താണ് പുതിയ നിയോ ഫ്രോയിഡിയൻസ് എന്ന് പറയും, അദ്ദേഹത്തിന് ശേഷം വന്നതാണ് അന്ന ഫ്രോയിഡ്. പിന്നെ ഉണ്ട് ആൽഫ്രഡ് ആഡ്ലർ എന്ന് പറയുന്ന ആള്, കരൺ ഹോർണി, അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്ന നിയോ ഫ്രോയിഡിയൻസ് ആണ്. നമ്മുടെ എറിക്സൺ, ഇതും സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എന്താണ് തിയറി, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവർ കുറെ കാര്യങ്ങൾ വിപുലീകരിച്ച്, പിന്നെ അന്ന ഫ്രോയിഡ് ഒക്കെ കുറച്ചുകൂടി മെക്കാനിസംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്താണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഒന്നാമത്തത് റിപ്രഷൻ ആണ്. എന്ന് വെച്ചാൽ ദമനം എന്ന് പറയും. ഓക്കെ, റിപ്രഷൻ അല്ലേ ദമനം. എന്താണ് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ? അൺകോൺഷ്യസ് ബ്ലോക്കിംഗ് ഓഫ് പെയിൻഫുൾ തോട്ട്സ് ഓർ മെമ്മറീസ് ഫ്രം അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദനാജനകമായിട്ടുള്ള ഓർമ്മകളെയോ ചിന്തകളെയോ അബോധ മനസ്സിലേക്ക് നമ്മൾ അടിച്ചു മറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഭയങ്കരമായ ശക്തമായ മാനസിക വേദന നൽകുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാണ് നമ്മൾ, എന്ത് ചെയ്യുന്നു, ആ മനസ്സിന്റെ അടിയിലേക്ക് തള്ളിവിടുന്നു. ഇതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് അവബോധം, മീൻസ് ബോധത്തിൽ സംഭവിക്കുന്നതല്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. റിപ്രഷൻ എന്ന് പറഞ്ഞാല് മനസ്സ്, വ്യക്തി അറിയാതെ, വ്യക്തി മനഃപൂർവ്വം ചെയ്യാതെ തന്നെ മനസ്സ് എന്ത് ചെയ്യുകയാണ്, അതിനെ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് അങ്ങ് പൂഴ്ത്തി വെക്കുകയാണ് റിപ്രഷനിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വേദനാജനകമായ ഓർമ്മകളെ മനസ്സിന്റെ അടിയിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് റിപ്രഷൻ എന്ന് ചുരുക്കി പറയാം. ഇനി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൊർഗെറ്റിംഗ് എ ട്രോമാറ്റിക് ഇവന്റ് ഫ്രം ചൈൽഡ്ഹുഡ്. ബാല്യകാല ട്രോമയെ നമ്മൾ ഓർമ്മയിൽ നിന്നും മറച്ചു വെക്കുന്നത് ഇല്ലേ? അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു പെൺകുട്ടി എന്താണ്
ദുഃഖകരമായ വേർപിരിയലിന്റെ വേദനകളെയൊക്കെ ഓർമ്മയിൽ നിന്നും അടച്ചു മൂടുന്നതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. റിപ്രഷൻ സംഭവിക്കുന്നത് ബോധപൂർവം അല്ല എന്ന് ഓർക്കുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദമനം എന്ന് പറയുന്നത് ബോധപൂർവം ചെയ്യുന്നതല്ല, മനസ്സ് വ്യക്തിയെ അറിയാതെ സ്വാഭാവികമായി മൈൻഡ് തന്നെ അതിനെ അങ്ങ് ഇത് ചെയ്യുന്നതാണ്, അടിത്തട്ടിലേക്ക് വിടുന്നതാണ്. ഓക്കെ, എന്നാൽ സപ്രഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. സപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം വേദനാജനകമായ ഓർമ്മകളെ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, മനസ്സിന്റെ അടിത്തട്ടിയിലേക്ക് വിടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരാൾ ബോധത്തോടെ വികാരങ്ങളെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ റിപ്രഷൻ എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സപ്രഷൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ഈ സപ്രഷൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, കോപം തോന്നിയാലും അതെന്ത് ചെയ്യാറില്ല, പ്രകടിപ്പിക്കാതെ നമ്മൾ മനസ്സിൽ അടക്കാറുണ്ട് അല്ലെ. കോപം തോന്നിയാലും അത് പ്രകടിപ്പിക്കാതെ മനസ്സിൽ അടക്കുന്നു, അത് സപ്രഷൻ ഉദാഹരണമാണ് ഇല്ലേ. അതേപോലെ ഇപ്പൊ ഒരു നഴ്സ് എന്താണ് എന്തെങ്കിലും വിഷമതകൾ ഒരു രോഗിയുടെ മുൻപില് തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സങ്കടങ്ങളും അറിയിക്കാതെ അവരെ പരിചരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നു. അതൊക്കെ എന്ന് പറയുന്നത് സപ്രഷൻ ഉദാഹരണമാണ്. കാരണം ഒന്നും ദുഃഖമുണ്ട്, പക്ഷെ അതിനെ എന്ത് ചെയ്യുന്നില്ല, പുറമെ കാണിക്കാതെ പ്രകടിപ്പിക്കാതെ ഉള്ളിലേക്ക് മനഃപൂർവ്വം ഇങ്ങനെ അമർത്തി വെക്കുന്നു. അതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോ പ്രിപ്രഷനും സപ്രഷനും തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇനി അടുത്തത് ഡിനയൽ, നിഷേധം എന്ന് പറയും അല്ലെ. റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് റിയാലിറ്റി ഓർ ഫാക്ട്സ്. നമുക്ക് എന്താണ്, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്നു. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ എന്ത് ചെയ്യുകയാണ്, അംഗീകരിക്കാൻ തയ്യാറാകാതെ അതിനെ നിഷേധിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുന്നത്. എ സ്മോക്കർ റെഫ്യൂസിങ് ടു അഡ്മിറ്റ് സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ. എന്താണ്, പുകവലിക്കുന്നതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ഒരു സ്മോക്കറിന് അറിയാം, പക്ഷെ അയാൾ അതിനെ പാടെ എന്ത് ചെയ്യാണ്, അവഗണിക്കുന്നു, നിഷേധിക്കുന്നു. ഇതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്, പുകവലിയുടെ ദോഷത്തെ നിഷേധിക്കുന്ന വ്യക്തി. മനസ്സിലായോ? ഇനി അതേപോലെ മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മൾ സ്കൂളിലൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ലഞ്ച് ബ്രേക്കിന് വിടുന്ന സമയത്ത് നമ്മളെ ബെല്ലടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ കേട്ടാലും അത് കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കും ഇല്ലേ. കേൾക്കാതെ ഇങ്ങനെ ഗ്രൗണ്ടിൽ തന്നെ പിന്നെയും കുറെ സമയം കൂടെ നിൽക്കും. അത് ഡിനയലിന് ഒരു ഉദാഹരണമാണ്. കാരണം കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന്റെ ശ്രദ്ധയിലായതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. അതാണ് ഡിനയലിന് മറ്റൊരു ഉദാഹരണം. അപ്പൊ വിളിച്ചാ കേട്ടില്ല എന്ന് നടിക്കുക. ഇനി ഒരാൾ നടന്നു വരുന്ന കണ്ടാലും അയാളെ എന്താണ്, കണ്ടില്ല എന്ന് നടിക്കുക. ഇതൊക്കെ ഡിനയലിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി പ്രൊജക്ഷൻ ആണ് അടുത്തത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണം എന്നാണ് മലയാളത്തിലുള്ള വാക്ക്. പ്രക്ഷേപണം, പ്രൊജക്ഷൻ. ആട്രിബ്യൂട്ടിംഗ് വൺസ് ഓൺ അൺവാണ്ടഡ് ഫീലിംഗ്സ് ടു അതേഴ്സ്. എന്താണ് ആട്രിബ്യൂട്ടിംഗ് വൺസ് ഓൺ അൺവാണ്ടഡ് ഫീലിംഗ്സ് ടു അതേഴ്സ്? സ്വന്തം അനിഷ്ടമായ വികാരങ്ങൾ മറ്റുള്ളവരിലേക്ക് മാറ്റി ചുമത്തൽ. ലളിതമായി പറഞ്ഞാൽ നമ്മളുടെ തെറ്റുകളെ മറ്റൊരാളുടെ പുറത്ത് നമ്മൾ പഴിചാരുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എ ഡിസോണസ്റ്റ് പേഴ്സൺ അക്യൂസിങ് അതേഴ്സ് ഓഫ് ലൈയിങ്. കള്ളം പറയുന്ന വ്യക്തി മറ്റുള്ളവർ കള്ളന്മാരെന്ന് ആരോപിക്കുന്നത് ഇല്ലേ. നമുക്ക് തെറ്റ് സംഭവിച്ചു, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യും, മറ്റൊരാളുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇപ്പോ കുട്ടി പഠിച്ചില്ല, ആ കാരണം കൊണ്ട് പരീക്ഷയിൽ തോറ്റു. പക്ഷെ കുട്ടി എന്ത് ചെയ്യും, ഞാന് പരീക്ഷ പഠിക്കാഞ്ഞത് കൊണ്ടല്ല തോറ്റത്, പിന്നെന്ത് ചെയ്യും, അധ്യാപകന്റെ പുറത്ത് വെക്കും. എന്ന് വെച്ചാൽ അധ്യാപകൻ എനിക്ക് മാർക്ക് മനഃപൂർവ്വം തന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് പരീക്ഷയിൽ എന്താണ് മാർക്ക് കിട്ടാഞ്ഞതെന്ന് പറയുന്നതൊക്കെ ഈ പ്രൊജക്ഷൻ ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരാളുടെ പുറത്ത് ആരോപിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്, ആദേശം ചെയ്യൽ എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദേശം ചെയ്യൽ. അതായത് റീഡയറക്റ്റിംഗ് ഇമോഷൻസ് ഫ്രം എ റിയൽ സോഴ്സ് ടു സേഫർ ടാർഗറ്റ്. റീഡയറക്റ്റിംഗ് ഇമോഷൻസ് ഫ്രം എ റിയൽ സോഴ്സ് ടു സേഫർ ടാർഗറ്റ്. നമ്മുടെ മൂലകാരണത്തിൽ നിന്നുള്ള വികാരങ്ങളെ മറ്റൊരു സുരക്ഷിത ലക്ഷ്യത്തിലേക്ക് മാറ്റുന്നു, അല്ലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ക്ലിയർ ആകും. ആംഗ്രി അറ്റ് ബോസ് ബട്ട് ഷൗട്ടിങ് അറ്റ് എ ഫാമിലി. ബോസിനോട് ദേഷ്യമുണ്ട്, പക്ഷെ ബോസിനോട് നമുക്ക് ദേഷ്യം കാണിക്കാൻ കഴിയില്ല ഇല്ലേ. അപ്പൊ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യും, പ്രൈവറ്റ് ജോലിയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എവിടെ കൊണ്ട് തീർക്കും, വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയോടോ മക്കളോടോ ഒക്കെ തീർക്കും. അപ്പൊ ഇത് ഡിസ്പ്ലേസ്മെന്റിന് ഉദാഹരണമാണ് ഇല്ലേ. ബോസിനോട് കോപമുള്ളവൻ വീട്ടിൽ ഭാര്യയോട് കോപിക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപകൻ വീട്ടിൽ എന്താണ് കുട്ടികളോടുള്ള ദേഷ്യം എവിടെ കൊണ്ട് തീർക്കും, സ്കൂളിൽ കൊണ്ടുവന്ന് തീർക്കാറുണ്ട്. തിരിച്ചും സംഭവിക്കാറുണ്ട്.
അപ്പോ മൂലകാരണത്തിനോട് നമ്മൾ മൂലകാരണം എന്താണോ അവിടെ നമ്മളൊന്നും കാണിക്കുന്നില്ല, വേറൊരു സ്ഥാനത്ത് അത് കാണിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആങ്കർ ഒക്കെ പറയുന്ന സമയത്ത് ഡിസ്പ്ലേസ്ഡ് ആങ്കർ, ആദേശിക കോപം, ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളതാണ് UP പരീക്ഷയ്ക്കൊക്കെ, LPക്കും UPക്കും. ആദേശിക കോപം അതായത് ഇപ്പോ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാള് എന്താണ്, ഇപ്പോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ ദേഷ്യപ്പെടുന്നതെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങളെ നശിപ്പിക്കുന്നു, ആ ചായയെ കപ്പെടുത്ത് എറിഞ്ഞുടയ്ക്കുക, അങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. കപ്പോ ആ ചായയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പോ ഒരാളോട് അതിന്റെ മൂല കാരണത്തിനോടല്ല കാണിക്കുന്നത്, മറ്റൊരിടത്തേക്ക് അത് കാണിക്കുന്നു. അതേപോലെ ഇവിടുന്ന് പിന്നെയും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇപ്പോ അധ്യാപകനോടുള്ള ദേഷ്യത്തിന് കുട്ടികൾ എന്താണ് സ്കൂളിലെ സാധനങ്ങൾ നശിപ്പിക്കുന്നത്, അതൊക്കെ ഈ ഡിസ്പ്ലേസ്മെന്റ് അല്ല ഡിസ്പ്ലേസ്ഡ് ആങ്കറിനൊക്കെ ഉദാഹരണമാണ്. മനസ്സിലായോ? നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പൊ ആദ്യം ഈ ടോപ്പിക് വൈസ് ഇത് എന്താണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യും. ഇപ്പോ നമുക്കിത് ആപ്ലിക്കേഷൻ ലെവലിൽ വന്നാലും എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ ഓരോ എന്താണ് ഡിഫൻസ് മെക്കാനിസംസും എന്താണെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയൂ. അല്ല നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അല്ലാതെ വെറുതെ ചെയ്ത് പഠിച്ചാലൊന്നും ഇത് ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും. എല്ലാ കുട്ടികൾക്കും അത് പറ്റുന്നതാണ്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് റിഗ്രഷൻ, പിന്മാറ്റം എന്ന് പറയും. റിഗ്രഷൻ, റിട്ടേണിംഗ് ടു ചൈൽഡിഷ് ബിഹേവിയർ വെൻ സ്ട്രെസ്ഡ്. എന്താണ്, മാനസിക സമ്മർദ്ദത്തിൽ കുട്ടിത്ത സ്വഭാവത്തിലേക്ക് മടങ്ങുന്നു. മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് കുട്ടിയായിരിക്കുമ്പോഴുള്ള സ്വഭാവത്തിലേക്ക് മടങ്ങുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എക്സാമ്പിൾ, ക്രൈയിങ് ഓർ സൾക്കിംഗ് ലൈക്ക് എ ചൈൽഡ് ഡ്യൂറിങ് പ്രോബ്ലംസ്. പ്രശ്നം വന്നപ്പോൾ കുട്ടിയെ പോലെ കരയുക, അതാണ് റിഗ്രഷന് ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇപ്പോ മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇളയ കുട്ടി ജനിക്കുമ്പോൾ അച്ഛന്റെ അമ്മയുടെ ലാളന സ്വാഭാവികമായിട്ടും കുറച്ചധികം ഇളയ കുഞ്ഞുങ്ങളിലേക്ക് പോകും. അപ്പോ ഇത് മൂത്ത കുട്ടിയെ സംബന്ധിച്ച് എന്താണ്, കുറച്ച് അവരുടെ മാനസികമായിട്ടുള്ള സംഘർഷം കൂട്ടുന്ന ഒന്നാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇളയ കുട്ടിയെ പോലെ തന്നെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ ഇവരും ഉറക്ക കരയുക, അല്ലെങ്കിൽ എന്താണ് കിടക്കയിൽ മുള്ളുക, ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് മാതാപിതാക്കളുടെ ശ്രദ്ധ തനിക്കും വേണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഇതാണ് റിഗ്രഷൻ എന്ന് പറയുന്ന പിന്മാറ്റം. ഇനി അടുത്തത് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ യുക്തീകരണം. ഓക്കെ, യുക്തീകരണം അതായത് ക്രിയേറ്റിംഗ് ലോജിക്കൽ എക്സ്ക്യൂസസ് ഫോർ റോങ് ആക്ഷൻസ്. തെറ്റായ പ്രവൃത്തിക്ക് കാരണങ്ങൾ കണ്ടെത്തി ന്യായീകരിക്കുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റാഷണലൈസേഷൻ, യുക്തീകരണം എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രവൃത്തിക്ക് യുക്തീകരണമാണ്. ആ താ കഴിഞ്ഞ് ദീർഘമുള്ളതാണത്, ടൈപ്പ് ചെയ്ത സമയത്ത് അത് വീഴാതെ പോയി, സോറി. അപ്പൊ തെറ്റായ പ്രവൃത്തിക്ക് കാരണങ്ങൾ കണ്ടെത്തി ന്യായീകരിക്കുകയാണ് ഏതിൽ ചെയ്യുന്ന, റാഷണലൈസേഷനിൽ സംഭവിക്കുന്നത്. എക്സാമ്പിൾ, സെയിങ് എവരിവൺ ചീറ്റ്സ് ആഫ്റ്റർ ചീറ്റിംഗ് ഇൻ ആൻ എക്സാം. എന്താണ്, പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ട് അത് എല്ലാരും ചെയ്യുന്നു, ക്ലാസ്സിൽ എല്ലാരും കോപ്പി അടിച്ചു എന്ന് പറയുന്നത് അതൊരു ന്യായീകരണമാണ് അല്ലേ? എന്നാൽ തെറ്റ് ചെയ്യാതിരിക്കല, ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നത്. എല്ലാരും ചെയ്ത് പിന്നെ എനിക്ക് എന്താ ചെയ്താലെന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ പഠിക്കാതിരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറയുന്നത്. PSC എഴുതി കഴിയുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതാണ് അല്ലെ? എന്താണ്, PSCയുടെ പരീക്ഷ കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ത് പറയും, നല്ലോണം പഠിച്ചില്ല, പക്ഷെ PSC പാറ്റേൺ മാറ്റിയത് കൊണ്ടാണ് എവിടെ നിന്നൊക്കെയോ വേറെ ചോദ്യങ്ങൾ കൊണ്ടുവന്നു, സിലബസിന് പുറത്തുനിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഇത് റാഷണലൈസേഷൻ ഉദാഹരണമാണ്. ഓക്കെ, then two types of rationalization. There are two types of rationalization. രണ്ട് തരത്തിലുള്ള യുക്തീകരണം ഉണ്ട്. ഒന്ന് പുളിമുന്തിരി ശൈലി എന്ന് പറയും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്വീറ്റ് ലെമണിസം എന്ന് പറഞ്ഞാൽ മധുര നാരങ്ങ ശൈലി. അപ്പോൾ ഒന്ന് സോർ ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവുമാണ് ആ രണ്ടെണ്ണം. റിജക്റ്റിംഗ് വാട്ട് വി കനോട്ട് ഗെറ്റ്, അതാണ് സോർ ഗ്രേപ്പിസം അല്ലെ സോർ ഗ്രേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ലഭിക്കാത്തതിനെ എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്നു. ലഭിക്കാത്തത് നിഷേധിക്കുക. ഓക്കെ, എക്സാമ്പിൾ, ദ സ്റ്റുഡന്റ് ഹൂ ഫെയിൽഡ് ഇൻ ദ എക്സാം തിങ്സ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗെറ്റിംഗ് മോർ മാർക്സ് എനിവേ. ഇപ്പൊ പരീക്ഷയിൽ തോറ്റ കുട്ടി കൂടുതൽ കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കുക. അതാണ് കിട്ടാത്ത മുന്തിരി പുളിക്കുക നമ്മൾ പറയത്തില്ലേ, അത്. വേറെ ഉദാഹരണം പറയാനാണെങ്കിൽ എന്താണ്,
ഇപ്പോ ഒരു വലിയ ഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ. ഒരു വ്യക്തിക്ക് വലിയ ഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് വാങ്ങാൻ പറ്റുന്നില്ല. അതിനുള്ള പൈസ ഇല്ല, സാഹചര്യം ഇല്ലാതെ വരുമ്പോ അല്ലെങ്കിൽ അത് വേണ്ട, അത് കൊള്ളില്ല, എനിക്കത് പറ്റിയതല്ല, അത് അത്ര വലിയ ഗുണമൊന്നുമില്ല, എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെയാണ് നല്ലത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇതാണ് പുളിമുന്തിരി ശൈലി. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ആ ഒരു ശൈലി. അടുത്തെന്ന് പറയുന്നത് സ്വീറ്റ് ലെമണിസം. അപ്പോ അതായത് അനനുകൂലത്തെ അനുകൂലമാണെന്ന് കരുതുക. അതായത് നമുക്ക് അനുകൂലമല്ലാത്ത ഒരു കാര്യം സംഭവിക്കുന്നു, പക്ഷെ അതിനെ നമ്മൾ അനുകൂലമാണെന്ന് കരുതുന്നതിനെയാണ് ഏത് മധുര നാരങ്ങ ശൈലി അല്ലെ സ്വീറ്റ് ലെമണിസം എന്ന് പറയുന്നത്. അക്സെപ്റ്റിംഗ് ബാഡ് ആസ് ഗുഡ്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു വാസ് ഡിസ്മിസ്ഡ് ഫ്രം ദ ജോബ് സേസ് നൗ ഐ ഹാവ് പ്ലെന്റി ഓഫ് ടൈം ടു ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി, ഐ ആം ലക്കി. എന്താണ്, ജോലിയിൽ നിന്നും ഒരു വ്യക്തിയെ പിരിച്ചു കിട്ടും. അപ്പൊ ആ പിരിച്ചുവിടപ്പെട്ട ആൾ ഇപ്പോൾ എനിക്ക് കുടുംബം നോക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നു, എന്റെ ഭാഗ്യം എന്ന് പറയുന്നു. അപ്പൊ ഇയാളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്. അത് അയാൾക്ക് എന്താണ്, അയാളുടെ വരുമാനം നിലയ്ക്കുകയാണ്. അപ്പൊ അതായത് ഒരു നല്ല കാര്യമല്ല, അയാൾക്ക് അനുകൂലമായ ഒരു കാര്യമല്ല, അല്ലെ? അപ്പൊ അതിനെ അനുകൂലമാണെന്ന് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, ഇനിയിപ്പോ എനിക്ക് വീട്ടിലിരുന്നാല് എന്റെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ കാര്യങ്ങൾ സ്വസ്ഥമായിട്ട് നോക്കാമല്ലോ എന്ന് പറയുന്നു. അതാണ് ഏത് ഈ മധുര നാരങ്ങ ശൈലി എന്ന് പറയുന്നത്. ഇപ്പൊ റാഷണലിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ഉറക്കി ചോദിക്കാറുള്ളതാണ്. അതിനകത്ത് രണ്ട് തരത്തിലുള്ള റാഷണലിസം അല്ലെ യുക്തീകരണമുണ്ട്. ഏതൊക്കെയാണ്? പുളിമുന്തിരി ശൈലിയും മധുര നാരങ്ങ ശൈലിയും. ദെൻ അടുത്തത് സബ്ലിമേഷൻ അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ. ഏഴാമത്തെ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഷോയിങ് ഓപ്പോസിറ്റ് ബിഹേവിയർ ടു ഹൈഡ് റിയൽ ഫീലിങ്സ്. അതായത് വിപരീത പ്രതികരണം അല്ലെ പ്രതിക്രിയാ വിധാനം എന്ന് പറയും. റിയാക്ഷൻ ഫോർമേഷൻ പ്രതിക്രിയാ വിധാനം എന്ന് പഠിക്കുക കേട്ടോ. പ്രതിക്രിയാ വിധാനം, വിപരീത പ്രതികരണം. അതായത് ഷോയിങ് ഓപ്പോസിറ്റ് ബിഹേവിയർ ടു ഹൈഡ് റിയൽ ഫീലിങ്സ്, സ്വന്തം യഥാർത്ഥ വികാരങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുന്നു. അതായത് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് വേറൊരു രീതിയിൽ പെരുമാറുന്നതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്, പ്രതിക്രിയ വിധാനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ബീങ് ഓവർലി കൈൻഡ് ടു സമ്മൺ യു ഡിസ്ലൈക്ക്. എന്താണ്? വെറുപ്പുള്ളവരോട് അതിയായ സൗഹൃദം കാണിക്കൽ. ഇല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ? ചിലപ്പോ എന്താണ്, ഒരു വ്യക്തിയോട് ഭയങ്കരമായ വെറുപ്പും ദേഷ്യവും ഉണ്ടായിരിക്കും, പക്ഷെ അയാളെ കാണുമ്പോൾ അതൊന്നും കാണിക്കാതെ എന്താണ്, ഭയങ്കരമായിട്ട് അവരെ അങ്ങ് സ്നേഹിക്കുന്ന കാണാൻ വയ്യ. അപ്പൊ ഇതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഓവർ അഭിനയിച്ച് കാണിക്കുക, എനിക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക. ഇതാണ് റിയാക്ഷൻ ഫോർമേഷൻ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അല്ലെ? അപ്പൊ വിപരീതമായ പ്രതികരണം, ഉള്ളതൊന്ന് പുറത്ത് കാണിക്കുന്നത് മറ്റൊന്ന്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ? ഉദാത്തീകരണം. ഇത് മുറയ്ക്ക് ചോദിക്കാറുള്ളതാണ് സബ്ലിമേഷൻ, ഉദാത്തീകരണം എന്നുള്ളത്. അപ്പോ കൺവേർട്ടിംഗ് unacceptable impulses into socially acceptable activities. Converting unacceptable impulses into socially acceptable activities. അനിഷ്ടമായ വികാരങ്ങളെ സാമൂഹികമായി അംഗീകരിക്കുന്ന വഴിയിലേക്ക് മാറ്റുന്നു. അതല്ലെങ്കിൽ ഒരാൾ ബോധത്തോടെ അയാളുടെ വികാരങ്ങളെ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ഒരാള് നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ എന്ത് ചെയ്യുകയാണ്? സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് മാറ്റുന്നു. അപ്പൊ അയാളുടെ അപ്പോഴത്തെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു? സമൂഹത്തിന് അംഗീകാരമുള്ള ഇതിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോ എക്സാമ്പിൾ നോക്കിക്കേ. ചാനലിംഗ് ആങ്കർ ഇൻടു സ്പോർട്സ് ഓർ ആർട്ട്. കോപം കളിയിലേക്കോ കലാപ്രവർത്തനത്തിലേക്കോ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള അഗ്രഷനാണ് അയാളുടെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്കിന് ആക്രമണ സ്വഭാവം ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും അത് കാണിക്കാൻ പറ്റില്ല. കാണിച്ചാൽ നമ്മൾ ആരും അതിനെ അംഗീകരിക്കത്തില്ല, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? അതിനെ കളികളിലൂടെ എന്ത് ചെയ്യുന്നു? സാമൂഹിക അംഗീകാരമുള്ള കളികളിലൂടെ എന്ന് പറയുമ്പോൾ ബോക്സിങ് അല്ലെങ്കിൽ ഫുട്ബോള് അങ്ങനെയുള്ള രീതിയിലേക്ക് അയാൾ ചാനലൈസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അത് ഈ ബോക്സിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കിന് എന്തായി? അയാളുടെ ആക്രമണ സ്വഭാവം അങ്ങനെ അങ്ങ് തീരും. അപ്പൊ അത് അങ്ങനെ പുറത്തു കൊണ്ടുവരും. അത് സാമൂഹിക അംഗീകാരമുള്ള ഒരു ഇതാണ്. മനസ്സിലായോ? ഇതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ഇതായിട്ടുള്ള ആഗ്രഹങ്ങളെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അതിന് വേറൊരു എക്സാമ്പിൾ ആണ് കലാകാരൻ തന്റെ ദുഃഖത്തെ ചിത്രരചനയിലൂടെ പ്രകടിപ്പിക്കുന്നത്. കലാകാരൻ തന്റെ ദുഃഖം ചിത്രരചനയിലൂടെ പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായോ? പിന്നെ നമുക്ക് എന്താണ്, നിരാശയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ വിഷമതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതെന്താണ്, വ്യായാമത്തിലൂടെ അതിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, ഇല്ലേ? അതൊക്കെയാണ് എന്ത്, ഈ പറഞ്ഞ സബ്ലിമേഷൻ ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ.
അടുത്തതെന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ, അനുപൂരണം എന്ന് പറയും. എന്താണ് അനുപൂരണം? ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ട്രൈ ടു കവർ അപ്പ് വീക്ക്നെസ് ബൈ എക്സലിംഗ് ഇൻ അനദർ ഏരിയ. എന്താണ്? ദൗർബല്യം മറയ്ക്കാൻ മറ്റൊരു മേഖലയിലെ മികവിലൂടെ സ്വയം തെളിയിക്കൽ. അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ദൗർബല്യം മറയ്ക്കാൻ മറ്റൊരു മേഖലയിലെ മികവിലൂടെ സ്വയം തെളിയിക്കൽ. എക്സാമ്പിൾ, എ ഷോർട്ട് പേഴ്സൺ ബിക്കമിങ് സ്ട്രോങ് അത്ലറ്റ്, അല്ലെ? ഉയരം കുറവാണ്, പക്ഷെ എന്താണ്? മികച്ച കായിക താരമായി തീരുന്നത്. അയാൾക്കൊരു കുറവുണ്ട്, അല്ലെ? തന്റെ കുറവുകളെയൊക്കെ മറ്റൊരു മേഖലയിലെ മികവിലൂടെ അയാൾ മറികടക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ അല്ലെ അനുപൂരണം എന്ന് പറയുന്നത്. അപ്പോ ഉയരം കുറവുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? മികച്ച കായിക താരമായി മാറുന്നത്. ആ ഉയരക്കുറവ് ഒരു പോരായ്മ, അല്ലെ? അപ്പൊ അതിനെ മികച്ച കായിക താരം എന്ന ഇതിലൂടെ മറികടക്കുന്നു. ഇനി മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, പഠനത്തിൽ മികവ് കാട്ടാത്ത കുട്ടി, ഇത് മുറയ്ക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പഠനത്തിൽ മികവ് കാട്ടാത്ത കുട്ടി എന്താണ്? സ്പോർട്സിലൂടെ അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തിയിലൂടെ അവന്റെ മികവ് തെളിയിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണെന്ന്? എന്താണ്? കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം. ഇതാണ് അനുപൂരണം എന്ന് പറയുന്നത്. അടുത്തത് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താതാത്മീകരണം അല്ലെങ്കിൽ അടയാളപ്പെടുത്തൽ എന്ന് നമുക്ക് പറയാം. അഡോപ്റ്റിംഗ് ദ ക്വാളിറ്റീസ് ഓഫ് അനദർ പേഴ്സൺ ടു ഫീൽ സ്ട്രോങ് ഓർ സെക്യൂർ. എന്താ പറഞ്ഞാൽ, നമ്മൾ മറ്റൊരാളുടെ ഗുണങ്ങൾ സ്വീകരിച്ച് സ്വയം ശക്തനായി തോന്നുക. അതായത് മറ്റൊരാളെ മാതൃകയാക്കി അവരുടെ സ്വഭാവങ്ങളും മൂല്യങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്വന്തമാക്കി മാറ്റുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ചൈൽഡ് ഇമിറ്റേറ്റിംഗ് എ ടീച്ചർ ഓർ ഹീറോ എന്ന് പറയുമ്പോൾ എന്താണ്? അധ്യാപകനെ അല്ലെങ്കിൽ നായകനെ അനുകരിക്കുന്ന കുട്ടി, ഇല്ലേ? ഇപ്പോ ഇഷ്ടപ്പെട്ട അധ്യാപകനെ പോലെ വസ്ത്രം ധരിക്കുക, അദ്ദേഹത്തിന്റെ സ്റ്റൈല് ഒരു കുട്ടി അനുകരിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഉദാഹരണമാണ്. ക്ലിയർ? അതേപോലെ തന്നെ എന്താണ്? ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരത്തെ പോലെ എന്താണ് കളിയിൽ കളിക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ എന്താണ് സിനിമയിലെ ഹീറോ ചെയ്യുന്നത് പോലെ അയാളെ പോലെ അനുകരിച്ച് അയാളുടെ സ്റ്റൈലിലും സ്വഭാവത്തിലും ഒക്കെ പെരുമാറുക തുടങ്ങിയവയൊക്കെ ഐഡന്റിഫിക്കേഷൻ ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ സമൂഹത്തിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്നവരെയൊക്കെ അനുകരിച്ച് അതേപോലെയൊക്കെ ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാന്റസി, എസ്കേപ്പിംഗ് ഫ്രം റിയാലിറ്റി ത്രൂ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമകൽപ്പന എന്ന് പറയും. ഫാന്റസി എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക അല്ലെ ഭ്രമകൽപ്പന. യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി ഭാവനയിൽ അഭയം തേടുന്നതിനെയാണ് നമ്മൾ ഫാന്റസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണോ ഫാന്റസി എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി നമുക്ക് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഫ്രോയിഡ് ഈ ഫാന്റസി ഒന്നും ഡിഫൻസ് മെക്കാനിസം എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞത് റിപ്രഷൻ, സപ്രഷൻ, പിന്നെന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവരൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഫാന്റസി ഇതൊരു ബിഹേവിയർ ആണ്, എങ്കിലും ചില സമയത്ത് ഡിഫൻസ് മെക്കാനിസം പോലെ എന്താണ് അങ്ങനെയും സങ്കല്പിക്കാറുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഫാന്റസി എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി ഭാവനയിൽ അഭയം തേടൽ. അപ്പൊ ഡ്രീമിംഗ് ഓഫ് സക്സസ് ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് ഫോർ ഇറ്റ്, ഇല്ലേ? പഠനത്തിന് പകരം വിജയത്തെ കുറിച്ച് സ്വപ്നം കാണൽ. നമ്മളെല്ലാം അങ്ങനെയല്ലേ? പഠിക്കാൻ വയ്യ, പക്ഷെ ജോലി കിട്ടിയതായിട്ടും ജോലിക്ക് പോകുന്നതായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു? ഭാവനയിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് നമ്മൾ അത് അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു. മാനസിക സംഘർഷം അങ്ങനെ അങ്ങ് കുറയ്ക്കാനായിട്ട് നോക്കുന്നു. അതാണ് ഫാന്റസി എന്ന് പറയും. ഓക്കെ, അടുത്തത് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ നിഷേധാത്മക മനോഭാവം. ഡിനൈൽ വേറെ, നെഗറ്റിവിറ്റി വേറെ. ഓക്കെ, നെഗറ്റിവിറ്റി നിഷേധാത്മക മനോഭാവം എന്നാണ് നെഗറ്റിവിറ്റിയുടെ ആ വാക്കിന്റെ മലയാളം. Not a classical mechanism, but shows a defensive attitude through pessimism or refusal. ഒരു ഔദ്യോഗിക പ്രതിരോധ തന്ത്രമല്ല ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ തോൽവിയെയോ വേദനയെയോ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മനോഭാവമാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ നമ്മൾ അത് നിഷേധിച്ച് മാറുന്നത്. അപ്പൊ എക്സാമ്പിൾ, സെയിങ് ഐ കാനോട്ട് ഡു എനിത്തിങ് ടു അവോയ്ഡ് ട്രൈയിങ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രമത്തെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നതിനെയാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ ചിലരെ കണ്ടിട്ടില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ നിഷേധിച്ച് സംസാരിക്കും. അതായത് എതിർത്ത് സംസാരിക്കും. ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ, അതൊരുമാതിരി മുരണ്ട സ്വഭാവമുള്ള ആളുകളാണ്. മനസ്സിലായോ? ഈ കലഹപ്രിയരായിട്ടൊക്കെ ഉള്ളവര് എന്ത് പറഞ്ഞാലും അങ്ങ് വഴക്കിട്ടുകൊണ്ടിരിക്കുക, അങ്ങ് നിഷേധിക്കുക. അതാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഡിനയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്
അത്ര മനസ്സിന് ഇഷ്ടമുള്ള കാര്യമല്ല ബെല്ലടിക്കുക എന്ന് പറയുമ്പോൾ. ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, നമ്മൾ സ്കൂളിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിക്കുമ്പോൾ അതൊരു വിഷമമുണ്ട്. അപ്പൊ അത് ഇച്ചിരി നേരം കൂടെ നമുക്ക് ഇന്ന് കളിക്കാൻ വേണ്ടി ബെല്ല് കേട്ടില്ല എന്നുള്ള രീതി നിൽക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അധ്യാപകൻ വരുന്ന ക്ലാസ്സിൽ കയറുന്ന കാണുമ്പോൾ ഓടിച്ചെല്ലും, അത് ഡിനൈ. പക്ഷെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യുക, അങ്ങ് നിഷേധിച്ചുകൊണ്ടിരിക്കുക, മീൻസ് എതിർത്ത് സംസാരിക്കുക, എതിർത്ത് പ്രവർത്തിക്കുക. ഇതിനെയാണ് എന്താണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രമിക്കുക, ഒന്നും ട്രൈ ചെയ്യുന്നില്ല, അങ്ങ് മുന്നേ കൂട്ടി അങ്ങ് പറയാണ് എനിക്ക് പറ്റത്തില്ല, ഇങ്ങനെ പറയുന്നതാണ് നെഗറ്റിവിറ്റി. ഓക്കെ, ദെൻ അടുത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ, റീപ്ലേസിംഗ് ആൻ അൺഅറ്റൈനബിൾ ഗോൾ വിത്ത് ആൻ ഈസിയർ വൺ. എന്താണ് പ്രതിസ്ഥാപനം എന്ന് പറയും? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രതിസ്ഥാപനം, നേടാനാവാത്ത ലക്ഷ്യത്തെ എളുപ്പത്തിൽ നേടാവുന്ന മറ്റൊന്നായി മാറ്റുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നേടാവാനാവാതെ പോയ ഒരു ലക്ഷ്യത്തെ എളുപ്പത്തിൽ നേടാവുന്ന മറ്റൊന്നിലേക്ക് മാറ്റുന്നു, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സാമ്പിൾ, എ സ്റ്റുഡന്റ് ഹു കനോട്ട് വിൻ ഇൻ സ്റ്റഡീസ് ട്രൈസ് ടു വിൻ ഇൻ സ്പോർട്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പഠനത്തിൽ വിജയിക്കാനാകാത്ത വിദ്യാർത്ഥി കായിക രംഗത്ത് അവന്റെ വിജയം പ്രകടിപ്പിക്കുന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ്. പഠനത്തിൽ വിജയിക്കാനാകാത്ത വിദ്യാർത്ഥി കായിക രംഗത്ത് വിജയിക്കാൻ ശ്രമിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ്. ഓക്കെ, അപ്പോ അതിന് മറ്റൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, കുറച്ചുകൂടി ഒരു യോജിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോ ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച കുട്ടി, പക്ഷെ അതിനാകാൻ കഴിയുന്നില്ല, മറ്റു കാരണങ്ങൾ കൊണ്ട് അത് പറ്റാതെ വരുമ്പോൾ നേഴ്സ് ആകുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നു, അതപ്പോ അതിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിന്റെയും മീനിങ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് തരുന്ന എക്സാമ്പിൾ വരുന്നുണ്ടോ എന്ന് നോക്കി വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. അടുത്തത് സിമ്പതിസം. ഈ സിമ്പതിസം ഒരിക്കലും ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം അല്ല, ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ ആണെന്ന് പറയാം. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്താണ്, മനസ്സിന് ഇത് തേടാൻ വേണ്ടിയിട്ട്, മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ സിമ്പതിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കിംഗ് പിറ്റി ഓർ സിമ്പതി ഫ്രം അതേഴ്സ് ടു ഫീൽ ബെറ്റർ. കാരുണ്യാന്വേഷണം എന്ന് പറയും ഇല്ലേ, സിമ്പതിസം. സഹാനുഭൂതി പ്രേരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സഹതാപം ലഭിക്കാനായി മറ്റുള്ളവരിൽ നിന്ന് കാരുണ്യം തേടുന്നു. അതായത് നമ്മളുടെ കഴിവുകളെയും പോരായ്മകളും കൊണ്ട് നമുക്ക് പരാജയം സംഭവിച്ചു, പക്ഷെ എന്നിട്ടും നമ്മൾ മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിക്കൊണ്ട് അതിനകത്ത് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതാണ് സിമ്പതിസം എന്ന് പറയുന്നത്. ഈ സ്റ്റുഡന്റ് ബ്ലെയിംസ് ഇൽനെസ് ഫോർ പുവർ മാർക്സ് ടു ഗെറ്റ് അതേഴ്സ് സിമ്പതി. എന്താ പറഞ്ഞിരിക്കുന്നത്? കുറവ് മാർക്കാണ് കുട്ടിക്ക് ലഭിച്ചത്, പക്ഷെ അത് രോഗം കാരണമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സഹതാപം നേടാൻ ശ്രമിക്കുന്നത് സിമ്പതിസത്തിന് ഉദാഹരണമാണ്. ഇല്ല, പഠിക്കാത്തത് കൊണ്ടാണ് കുറവ് മാർക്ക് കിട്ടിയത്, പക്ഷെ മറ്റുള്ളവരോട് എന്ത് പറയുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ കഷ്ടമായി പോയി, അതിന് പരീക്ഷ എടുത്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണല്ലോ എന്നൊക്കെ മറ്റുള്ളവർ പറയില്ലേ. അപ്പൊ അതാണ് സിമ്പതിസം എന്ന് പറയുന്നത്. അടുത്തത് വിഡ്രോവൽ എന്ന് പറയും, പിന്മാറ്റം. വിഡ്രോവൽ, അവോയ്ഡിങ് സിറ്റുവേഷൻസ് ദാറ്റ് കോസ് സ്ട്രെസ് ഓർ ഫെയിലിയർ. സമ്മർദ്ദമോ തോൽവിയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് തോൽക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒഴിഞ്ഞു മാറി നിൽക്കുക. അതിനെയാണ് വിഡ്രോവൽ അല്ലെ പിന്മാറ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ഷൈ സ്റ്റുഡന്റ് അവോയ്ഡ് സ്പീക്കിംഗ് ഇൻ ക്ലാസ് ബിക്കോസ് ഹി ഫിയേഴ്സ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. എന്താണ് ഉദാഹരണം എന്ന് പറയുന്നത്? ലജ്ജാശീലനായ ഒരു വിദ്യാർത്ഥി വിമർശന ഭയത്താൽ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഒഴിവാക്കുന്നു. അവന് ലജ്ജയുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനൊക്കെ ഒരു നാണക്കേടാണ്. കാര്യം എന്താണ്? എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ള ഭയം അവന് ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, സംസാരത്തെ തന്നെ അങ്ങ് ഒഴിവാക്കുന്നു. അതാണ് എന്ത്, വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇമോഷണൽ ഇൻസുലേഷൻ, വികാരമർദ്ദനം എന്ന് പറയും. ഇമോഷണൽ ഇൻസുലേഷൻ, കീപ്പിംഗ് oneself away from emotional involvement or involvement to avoid hurt. Keeping oneself away from emotional involvement to avoid hurt. എന്താണ്? വികാരപരമായ വേദനയെ ഒഴിവാക്കാൻ വേണ്ടി മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഇപ്പൊ ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, അതിൽ നിന്നും നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് മനസ്സിനുണ്ടായി കഴിയും ഇല്ലേ. അപ്പോൾ നമ്മൾ പിന്നീട് അത്തരം ബന്ധങ്ങളിലേക്ക് പോകാനായിട്ട് പേടിക്കും. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആഫ്റ്റർ എ ബ്രേക്കപ്പ് എ പേഴ്സൺ അവോയ്ഡ്സ് ക്ലോസ് റിലേഷൻഷിപ്പ്. ഇല്ലേ, ഒരു വേർപിരിഞ്ഞ ശേഷം അങ്ങനെ വേർപിരിഞ്ഞ ഒരു വ്യക്തി എന്ത് ചെയ്തില്ല, അടുത്ത ബന്ധങ്ങളെ
ഒഴിവാക്കി നിർത്തുന്നു. കാര്യം എന്താ, ഇനി ഇങ്ങനെ സംഭവിച്ചാൽ നമുക്കത് താങ്ങാനാവില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതാണ് ഇത് ഇമോഷണൽ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. 17ാമത്തത് ഓസ്ട്രിച്ച് മെത്തേഡ്, ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് പറയും. ഇഗ്നറിംഗ് പ്രോബ്ലംസ് ഇൻസ്റ്റെഡ് ഓഫ് ഫേസിംഗ് ദം, പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം അതിനെ എന്ത് ചെയ്യുന്നു, അവഗണിക്കുന്നു. അതിനെയാണ് നമ്മൾ ഓസ്ട്രിച്ച് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെ ഒട്ടകപ്പക്ഷി മനോഭാവം. എന്താ അതങ്ങനെ പറയാൻ കാര്യം? ഒട്ടകപ്പക്ഷിയുടെ ഒരു സ്വഭാവം എന്താണ്? കൊടുങ്കാറ്റ് വരുമ്പോൾ എന്താണ്, മണലിൽ തല പൂഴ്ത്തിയിരിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? അപ്പോ ഒരു വലിയ ആപത്ത് വരുന്നു, പക്ഷെ അതിനെ എന്ത് ചെയ്തു, അവഗണിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഇരിക്കുക. അതാണ് ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കിക്കേ. ഇഗ്നറിംഗ് എക്സാം റിസൾട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിംഗ്, എന്താണ്, മെച്ചപ്പെടുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, പരീക്ഷാ ഫലത്തെ അവഗണിക്കുന്നു. അതാണ് ഒരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്, തല കുനിച്ചിരിക്കുക. എന്നെ അല്ല, ഞാനൊന്നും അറിഞ്ഞതേ ഇല്ലെന്നുള്ള രീതിയിൽ തല കുനിച്ചിരിക്കുക. അതാണ് ഓസ്ട്രിച്ച് മെത്തേഡിന് നല്ലൊരു എക്സാമ്പിൾ. ഓക്കെ. ദെൻ അടുത്തത് ഇൻട്രോജെക്ഷൻ, ആന്തരീകരണം എന്ന് പറയും. ഇൻട്രോജെക്ഷൻ, ആന്തരീകരണം. അപ്പൊ അക്സെപ്റ്റിംഗ് അതേഴ്സ് ഐഡിയാസ് ഓർ വാല്യൂസ് ആസ് വൺസ് ഓൺ, മറ്റുള്ളവരുടെ ആശയങ്ങളും മൂല്യങ്ങളും തന്റേതായി സ്വീകരിക്കുന്നു. അതിനെയാണ് ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ചൈൽഡ് അഡോപ്റ്റ്സ് ദ പേരൻസ് ബിലീഫ്സ് കംപ്ലീറ്റ്ലി, ഇല്ലേ? കുട്ടി മാതാപിതാക്കളുടെ വിശ്വാസങ്ങൾ തന്റേതായി സ്വീകരിക്കുന്നു. അങ്ങനെയല്ലേ? അതായത് നമ്മുടെ മാതാപിതാക്കൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ അതിൽ പോകും. അവരേത് രാഷ്ട്രീയ ഇതിലാണോ നിലകൊള്ളുന്നത്, കുട്ടികളും എന്ത് ചെയ്യുന്നു, അതിലേക്ക് പോകുന്നു. പിന്നീട് മുതിർന്നു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെയൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ കുട്ടിയായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ എന്താണ്, അവരെന്തൊക്കെയാണോ എന്താ അവരുടെ പ്രവൃത്തിയിൽ എന്തൊക്കെയാണോ അതൊക്കെ നമ്മളും അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള അവരുടെ ആശയങ്ങളെയൊക്കെ നമ്മളും തന്റേതായി സ്വീകരിക്കുന്നു. ഇതിനെയാണ് ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത്, ആന്തരീകരണം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാല് സ്വയം കേന്ദ്രീകൃതത്വം, അല്ലെ സ്വകേന്ദ്രത്വം എന്നൊക്കെ പറയും. സ്വയം കേന്ദ്രീകൃതം, അതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. സീയിങ് എവറിഥിങ് ഓൺലി ഫ്രം വൺസ് ഓൺ പോയിന്റ് ഓഫ് വ്യൂ, എല്ലാം തന്റേതായ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രം കാണാൻ ശ്രമിക്കുന്നതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. എല്ലാം തന്റെ മാത്രം കാഴ്ചപ്പാടിൽ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒന്നും നോക്കി കാണുന്നില്ല, നമ്മളുടെ മാത്രം സ്വന്തം ഇതിൽ മാത്രം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കി കാണുന്നതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ചൈൽഡ് തിങ്സ് എവ്രി വൺ ലൈക്സ് വാട്ട് ഹി ലൈക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക്, അതായത് തനിക്ക് ഇഷ്ടമുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് കുട്ടി കരുതുന്നത് ഈഗോസെൻട്രിസം എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ടാണ്, ഇല്ലേ? ഈഗോസെൻട്രിസം ജീൻ പിയാഷയുടെ ഡെവലപ്മെന്റൽ തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടിയിൽ കാണുന്ന ഒരു എന്താണ് പെരുമാറ്റമാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്, ഇല്ലേ? ഇവിടെ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദ്യങ്ങളിൽ വരുന്നതാണ്. അപ്പോ ഇപ്പൊ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് എന്താണ് കാഡ്ബറിയുടെ ചോക്ലേറ്റ് ആണ് കഴിക്കാൻ ഇഷ്ടം. അപ്പൊ കുട്ടി ചിന്തിക്കുന്നു, എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം തന്നെ ഇത് കഴിക്കാൻ തന്നെയായിരിക്കും ഇഷ്ടം എന്ന് ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്, എനിക്ക് തോന്നുന്നതൊക്കെ തന്നെയാണ് മറ്റുള്ളവർക്കും തോന്നുന്നത് എന്ന് കുട്ടി ചിന്തിക്കുന്നതിനെയാണ് ഈഗോസെൻട്രിസം, അതായത് അവനവന്റെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണുന്നതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് അറ്റൻഷൻ ഗെറ്റിംഗ്, ശ്രദ്ധ നേടൽ, അല്ലെ ശ്രദ്ധാഗ്രഹണം എന്നൊക്കെ പറയും. ഓക്കെ. അറ്റൻഷൻ ഗെറ്റിംഗ്, ബിഹേവിംഗ് ഇൻ എ വേ ടു അട്രാക്ട് അതേഴ്സ് അറ്റൻഷൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ നേടൽ ഉദ്ദേശിച്ചുള്ള പെരുമാറ്റം, മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ ഉദ്ദേശിച്ച് പെരുമാറുക, മനഃപൂർവ്വം മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പെരുമാറുന്നതിനെയാണ് ശ്രദ്ധാഗ്രഹണം, അല്ലെ ശ്രദ്ധ നേടൽ, അറ്റൻഷൻ ഗെറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ, എ സ്റ്റുഡന്റ് ആക്ട്സ് ഫണി ഇൻ ക്ലാസ് ടു ഗെറ്റ് നോട്ടീസ്ഡ്. എന്താണ്, മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ ക്ലാസ്സിൽ വിദ്യാർത്ഥി തമാശയായിട്ട് പെരുമാറുന്നു. എപ്പോഴും ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാവരും അവനെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ട് അവൻ അങ്ങനെ ചെയ്യുന്നു. അത് ഏതിന് ഉദാഹരണമാണ്? അറ്റൻഷൻ ഗെറ്റിംഗ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പല പ്രവൃത്തികളും ചെയ്യുന്നതിനെയാണ് അറ്റൻഷൻ ഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ചില കുട്ടികൾ വെറുതെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ടീച്ചർ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ ടീച്ചറിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലിരുന്ന പല കോപ്രായങ്ങളും കാണിക്കുക. ഇതൊക്കെയും അറ്റൻഷൻ ഗെറ്റിങ്ങിന് ഉദാഹരണമാണ്. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫൻസ് മെക്കാനിസത്തിൽ പഠിക്കാനുള്ളത്. 20 എണ്ണം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് റിപ്രഷൻ, സപ്രഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു,
റിപ്രഷൻ ബോധപൂർവമാണെങ്കിൽ റിപ്രഷൻ ബോധപൂർവമല്ല, മനസ്സ് സ്വാഭാവികമായി ചെയ്യുന്നതാണെങ്കിൽ സപ്രഷൻ എങ്ങനെയാണ്? അത് ബോധപൂർവം നമ്മൾ ചെയ്യുന്നതിനെയാണ് സപ്രഷൻ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ ഐഡന്റിഫിക്കേഷൻ, സബ്ലിമേഷൻ, കോമ്പൻസേഷൻ, റാഷണലൈസേഷൻ, പിന്നെ ഇൻട്രോജക്ഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചോണം. ബാക്കി വേണ്ടെന്നല്ല, അതിനകത്ത് നിന്നാണ് കൂടുതലായിട്ടും എപ്പോഴും എക്സാംസിന് ചോദിച്ച് കാണാറുള്ളത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പക്കായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ കഴിയൂ. അല്ലാതെ നമ്മൾ ചുമ്മാ കുറച്ച് എക്സാമ്പിൾ ഇട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയത്തില്ല. പല കുട്ടികൾക്കും ഇതിൽ തെറ്റ് സംഭവിക്കുന്നത് അവിടെയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആപ്ലിക്കേഷൻ ലെവലിലുള്ളത് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം, തരാം. നമ്മൾ അതൊക്കെ വർക്കൗട്ട് ചെയ്യും ഇനി. അപ്പോൾ ഇപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് വായിച്ച് കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ LP-UP എന്നുള്ളത് HSAയിൽ പിടിക്കാൻ കിട്ടിയില്ല അല്ലേ? അത് പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോൾ അടുത്തത് LP-UP ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഇപ്പോഴേ പഠിച്ചു പോയെങ്കിലേ പറ്റൂ. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്, PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം സമയം നമുക്ക് തരത്തില്ല എക്സാമിന്. ഇതുവരെ നടന്നതുപോലെ അല്ല. കാരണം അവിടെ ഒരുപാട് മാറ്റങ്ങൾ PSCയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് അറിയാവുന്നത് കൊണ്ട് പറയാണ്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കുന്നവർക്ക് വലിയ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഇരിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് ഇപ്പോഴേ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഓഫ്ലൈനിൽ കൊടുക്കുന്നത് പോലെ തന്നെ ക്ലാസ്സുകൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും എനിക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അതിനകത്ത് മാക്സിമം നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ കമന്റുകൾ എന്താണ്, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇടുക. പിന്നെ ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊക്കെ നിങ്ങൾ പറയാം. ബുദ്ധിമുട്ട് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.